ടോപ്പ് ട്യൂഷന്റെ ജിയോഗ്രഫി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 1 വെതർ ആൻഡ് ക്ലൈമറ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് എ ക്ലൈമറ്റ്? ക്ലൈമറ്റ് പറഞ്ഞാൽ എന്താണ്? ഒരു ഏരിയയിൽ പർട്ടിക്കുലർ പീരീഡിൽ അനുഭവപ്പെടുന്ന ആവറേജ് വെതർ കണ്ടീഷനെയാണ് ക്ലൈമറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: the average weather condition experienced for a long period over a larger area is termed as the climate. The climate of a place is determined by considering the weather conditions of about 35 to 40 years. Question: explain the significance of weather studies in day-to-day human activities. Day-to-day human activities weather studies എന്ത് significance ആണ് നൽകുന്നത്? ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ഹ്യൂമൻസിന് വെതർ സ്റ്റഡീസും കൊണ്ട് വളരെ യൂസ്ഫുൾ ആണ്. കാരണം അവർക്ക് ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും അതുപോലെ തന്നെ സേഫായിട്ട് ഇരിക്കാനും അത് സഹായിക്കുന്നു. അപ്പോൾ പല മേഖലകളിലും ഈ വെതർ ഫോർകാസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയി കണക്കാക്കപ്പെടുന്നത്. എക്സാമ്പിളായി പറയുകയാണെങ്കിൽ അഗ്രികൾച്ചറിൽ ഇപ്പോൾ ഫാമേഴ്സ് ഏത് കാലാവസ്ഥയിലാണ് ഏത് ക്രോപ്പ് ഇടേണ്ടതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ വെതർ ഫോർകാസ്റ്റ് അവർക്ക് വളരെ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ ഫിഷിങ്ങിൽ, ട്രാൻസ്പോർട്ടേഷനിൽ, അതുപോലെ ടൂറിസത്തിലൊക്കെ ഈ വെതർ ഫോർകാസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഒന്നും കൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: വെതർ സ്റ്റഡീസ് ആർ ഇമ്പോർട്ടൻറ്റ് ഇൻ ഡേ ലൈഫ് ബിക്കോസ് ദേ ഹെൽപ്പ് പീപ്പിൾ പ്ലാൻ ആൻഡ് സ്റ്റേ സേഫ്. അഗ്രികൾച്ചർ: farmers use forecast to grow and protect crops. Transport helps avoid delays and accidents. Fishing ensures safe and successful trips. Tourism: good weather boosts travel plans. Question: what are the major process of heat transfer? Heat transfer വരുന്ന മേജർ പ്രോസസ്സ് ഏതൊക്കെയാണ്? ഇപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫറിൽ വരുന്ന മേജർ പ്രോസസ്സ് പറയുന്നത് 4 അതിൽ ആദ്യത്തെ പറയുന്നത് കണ്ടക്ഷൻ ആണ്, പിന്നെ വരുന്നത് കൺവെക്ഷൻ, പിന്നെ അഡ്വെക്ഷൻ ആൻഡ് റേഡിയേഷൻ ആണ്. കണ്ടക്ഷൻ പറഞ്ഞാൽ എർത്തിൻ്റെ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിൻ്റെ ലോവർ പാർട്ടിലോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ്. അതേസമയം കൺവെക്ഷൻ പറയുന്നത് ഈ ലോവർ പാർട്ടിൽ ഹീറ്റ് വരുന്ന സമയത്ത് അത് എക്സ്പാൻഡ് ചെയ്തിട്ട് ഹയർ പാർട്ടിലോട്ട് മൂവ് ചെയ്യും. അതിനെയാണ് നമ്മൾ കൺവെക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് അഡ്വെക്ഷൻ ആണ്. അഡ്വെക്ഷൻ പറഞ്ഞാൽ വിൻഡിനൊപ്പം ഹൊറിസോണ്ടലായിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. പിന്നെ ലാസ്റ്റ് വരുന്ന റേഡിയേഷൻ. റേഡിയേഷൻ പറയുന്നത് നമ്മുടെ എർത്ത് സർഫേസ് ഹീറ്റ് ആവുമ്പോൾ ഈ ഹീറ്റ് വന്നിട്ട് ലോങ് വേവ്സ് ആയിട്ട് മേലോട്ട് ട്രാൻസ്ഫർ ആവുന്നുണ്ട്. അതിന് നമ്മൾ റേഡിയേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഒന്നുകൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: ദ മേജർ പ്രോസസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫേഴ്സ് ആർ conduction. Heat is transferred to the lower part of the atmosphere, which is directly in contact with the surface of the earth. Convection: as the air expands and rises up, heat is transferred to higher reaches of the atmosphere. Advection: heat is transferred horizontally through wind. Radiation: emission of energy in the form of long waves after the Earth's surface gets heated up. Question: why do short waves from hotter objects pass through the atmosphere more easily than long waves from cooler objects? എന്തുകൊണ്ടാണ് ഹോട്ടർ ഒബ്ജക്റ്റിൽ നിന്നുള്ള ഷോർട്ട് വേവ്സ് കൂളർ ഒബ്ജക്റ്റിൽ നിന്നുള്ള ലോങ് വേവ്സിനെക്കാളും ഈസി ആയിട്ട് അറ്റ്മോസ്ഫിയറിലൂടെ പാസ് ചെയ്യുന്നത്? ഹോട്ടർ ഒബ്ജക്ട്സിൽ നിന്നും വരുന്ന എനർജി വന്നിട്ട് ഷോർട്ട് വേവ്സ് ആയിട്ടായിരിക്കും റേഡിയേറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ നടക്കുന്ന ഹൈ ഫ്രീക്വൻസി മൂലം ഈ ഷോർട്ട് വേവ്സ് അറ്റ്മോസ്ഫിയറിലൂടെ യാതൊരു ഒബ്സ്ട്രക്ഷനും ഇല്ലാതെ പാസ് ചെയ്യുന്നു. അതേസമയം കൂളർ ഒബ്ജക്ട്സിൽ നിന്നും റേഡിയേറ്റ് ചെയ്യുന്ന എനർജി ലോങ് വേവ്സ് ആയിട്ടായിരിക്കും. അപ്പോൾ അവിടെയുള്ള ലോ ഫ്രീക്വൻസി മൂലം അറ്റ്മോസ്ഫിയറിലുള്ള പാർട്ടിക്കിൾസ് ഈ ലോങ് വേവ്സിനെ അബ്സോർബ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ റിഫ്ലക്റ്റ് ചെയ്യുകയോ ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് കൂളർ ഒബ്ജക്ട്സിൽ നിന്നുള്ള ലോങ് വേവ്സിനെക്കാളും ഹോട്ടർ ഒബ്ജക്ട്സിൽ നിന്നുള്ള ഷോർട്ട് വേവ്സ് പെട്ടെന്ന് അറ്റ്മോസ്ഫിയറിലൂടെ പാസ് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: energy is radiated in the form of short waves from hotter objects. Due to high frequency, the short waves transverse through the atmosphere without obstruction.
Objects with relatively less heat radiate energy in the form of long waves. Due to low frequency, long waves will be absorbed or reflected by the atmospheric particles. Question. Discuss the importance of heat budget in sustaining the Earth as a life-supporting planet. എർത്തിനെ ഒരു ലൈഫ് സപ്പോർട്ടിംഗ് പ്ലാനറ്റായി സസ്റ്റെയിൻ ചെയ്യുന്നതിൽ ഹീറ്റ് ബഡ്ജറ്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അപ്പോൾ എർത്ത് ഒരു ലൈഫ് സപ്പോർട്ടിംഗ് പ്ലാനറ്റായി സസ്റ്റെയിൻ ചെയ്യുന്നതിൽ ഹീറ്റ് ബഡ്ജറ്റിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ എർത്തിലോട്ട് റിസീവ് ചെയ്യുന്ന ഹീറ്റ് കൂടിക്കഴിഞ്ഞാൽ ആ ഒരു കൂടുതലുള്ള ഹീറ്റ് എന്തായാലും എർത്ത് തിരിച്ച് റിലീസ് ചെയ്യണം. അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ എർത്ത് വളരെ ഹോട്ടായിട്ട് മാറും. അപ്പോൾ അവിടെ ലിവിങ് തിങ്സിനൊക്കെ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം ഈ എർത്ത് ഒത്തിരി ഹീറ്റ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എർത്ത് വന്നിട്ട് വളരെ കോൾഡായിട്ട് മാറുകയും ചെയ്യും. അതും വളരെ അപകടകരമായ കാര്യമാണ്. അപ്പോൾ ഈ ഹീറ്റ് ബഡ്ജറ്റ് എന്താ ചെയ്യുക വെച്ചാൽ ടെമ്പറേച്ചറിനെ അവിടെ കൺട്രോൾ ചെയ്യാൻ, അതായത് വാട്ടർ ലിക്വിഡായിട്ട് നിൽക്കാനും അതേപോലെ തന്നെ ലിവിങ് ഓർഗാൻസിനെ ആ എർത്തിൽ സസ്റ്റെയിൻ ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അതായത് ക്ലൈമറ്റിനെ സ്റ്റേബിളാക്കി വെക്കുകയാണ് ഈ ഹീറ്റ് ബഡ്ജറ്റ് ചെയ്യുന്നത്. ക്ലൈമറ്റ് അതായത് ടെമ്പറേച്ചറിനെ നമ്മൾ ഹീറ്റ് ബഡ്ജറ്റ് സ്റ്റേബിളാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഉത്തരം ഒന്നുകൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: heat budget is very important for life on Earth. If the Earth received too much heat and didn't release enough, it would become too hot. If it lost too much heat, it would be too cold. The heat budget keeps the temperature just right for water to stay liquid and for living things to survive. In short, the heat budget helps maintain a stable climate, making Earth a comfortable and life-supporting planet. Question. Do we get the same amount of energy from the sun throughout the day? Explain. Throughout the day, നമുക്ക് സണ്ണിൽ നിന്നും സെയിം എമൗണ്ട് ഓഫ് എനർജി ആണോ കിട്ടുന്നത്? അതിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ത്രൂ ഔട്ട് ദ ഡേ നമുക്ക് സണ്ണിൽ നിന്ന് സെയിം എമൗണ്ട് ഓഫ് എനർജി അല്ല കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നോ എന്നാണ്. കാരണം സണ്ണിൻ്റെ സ്കൈയിലുള്ള പൊസിഷൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് എമൗണ്ട് ഓഫ് എനർജി റിസീവ് ചെയ്യുന്നത്. അതായത് മോർണിംഗിലും ഈവനിങ്ങിലും വന്നിട്ട് സണ്ണ് വന്നിട്ട് സ്കൈയിൻ്റെ ലോവർ പാർട്ടിലായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ലെസ് എനർജിയാണ് അവിടെ കിട്ടുന്നത്. അതേസമയം ഉച്ച അല്ലെങ്കിൽ മിഡ് ഡേ സമയത്ത് സണ്ണ് വന്നിട്ട് നമ്മുടെ സ്കൈയിൽ ഏറ്റവും മേലെ ആയിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ആ ഒരു ടൈമിൽ ലാർജ് എമൗണ്ട് ഓഫ് എനർജിയാണ് കിട്ടുന്നത്. അപ്പോൾ മോർണിംഗിലും ഈവനിങ്ങിലും ലോയും അതുപോലെ മിഡ് ഡേയിൽ നമുക്ക് ഹൈ എനർജിയാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് സണ്ണ് ത്രൂ ഔട്ടായിട്ട് സെയിം എമൗണ്ട് ഓഫ് എനർജി അല്ല നമുക്ക് തരുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: നോ. ദ എമൗണ്ട് ഓഫ് എനർജി വി ഗെറ്റ് ഫ്രം ദ സൺ ചേഞ്ചസ് ഡ്യൂറിംഗ് ദ ഡേ. In the morning and evening, the sun is lower in the sky, so less energy reaches the earth. At midday, when the sun is overhead, we get the most energy. This change happens because of the sun's position in the sky throughout the day. Question: what are the common units for recording temperature? Temperature record ചെയ്യാൻ യൂസ് ചെയ്യുന്ന കോമൺ യൂണിറ്റ്സ് ഏതൊക്കെയാണ്? ടെമ്പറേച്ചർ റെക്കോർഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന രണ്ട് കോമൺ യൂണിറ്റ്സ് പറയുന്നത് ഫാരൻഹീറ്റും സെൽഷ്യസും ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഡിഗ്രി ഫാരൻഹീറ്റ് ആർ ദ കോമൺ യൂണിറ്റ്സ് ഫോർ റെക്കോർഡിംഗ് ടെമ്പറേച്ചർ. In Fahrenheit, the melting point of water is 32 degree and the boiling point is 212 degree. This is equivalent to 0 degree Celsius and 100 degree Celsius respectively. That is, Fahrenheit degree equal to Celsius degree into 9/5 plus 32. Celsius degree equal to Fahrenheit degree minus 32 into 5/9. Question: calculate the diurnal range of temperature and the daily mean temperature if the maximum and minimum temperatures of a place are 36 degree and 28 degree respectively. നമുക്ക് ഒരു പ്ലേസിലുള്ള രണ്ട് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, മാക്സിമവും മിനിമം. അത് മാക്സിമം ടെമ്പറേച്ചർ പറയുന്നത് 36 ഡിഗ്രിയും അതുപോലെ മിനിമം ടെമ്പറേച്ചർ പറയുന്നത് 28 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഡയോണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചറും അതുപോലെ ഡെയിലി മീൻ ടെമ്പറേച്ചറും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഡയോണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിൻ്റെ ഇക്വേഷൻ വന്നിട്ട് മാക്സിമം ടെമ്പറേച്ചർ മൈനസ് മിനിമം ടെമ്പറേച്ചർ ആണ്. അപ്പോൾ മാക്സിമം ടെമ്പറേച്ചർ 36 ആണ്, അതുപോലെ മിനിമം ടെമ്പറേച്ചർ പറയുന്നത് 28 ഡിഗ്രി ആണ്. അപ്പോൾ 36 മൈനസ് 28 ചെയ്യുക. അപ്പോൾ 8 ഡിഗ്രി സെൽഷ്യസ് ആണ് ഡയോണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ വരുന്നത്.
ഇനി ഡെയിലി മീൻ ടെമ്പറേച്ചർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡെയിലി മീൻ ടെമ്പറേച്ചറിന്റെ ഇക്വേഷൻ മാക്സിമം ടെമ്പറേച്ചർ പ്ലസ് മിനിമം ടെമ്പറേച്ചർ ഡിവൈഡ് ബൈ 2 ആണ്. അതായത് 36 പ്ലസ് 28 ഡിവൈഡ് ബൈ 2, 64 ഡിവൈഡ് ബൈ 2 കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു 32 ഡിഗ്രി സെൽഷ്യസ് ആണ് ഡെയിലി മീൻ ടെമ്പറേച്ചർ വരുന്നത്. ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ലാറ്റിറ്റ്യൂഡ്? ലാറ്റിറ്റ്യൂഡ് പറഞ്ഞാൽ എന്താണ്? എർത്തിന് ചുറ്റും ഹൊറിസോണ്ടലായിട്ട് റൺ ചെയ്യുന്ന ഇമാജിനറി ലൈനെയാണ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇവിടെ ഇക്വറ്റോറിയൽ റീജിയനിലായിരിക്കും കൂടുതൽ ടെമ്പറേച്ചർ അനുഭവപ്പെടുന്നത്. കാരണം ആ ഒരു ഏരിയയിലായിരിക്കും സൺറൈസ് ഡയറക്റ്റ് ആയിട്ട് വന്ന് പതിയുന്നത്. അതുകൊണ്ടാണ്. അപ്പൊ ഇതിന്റെ ആൻസർ ഒന്നും കൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ, ലാറ്റിറ്റ്യൂഡ് ഈസ് an imaginary line that runs horizontally around the earth. Here, very high temperature is experienced along the equatorial regions where the incidence of sun rays is almost vertical. Question, familiarize the temperature zones and identify the latitudes between which these zones are located. ടെമ്പറേച്ചർ സോൺസുകൾ ഏതൊക്കെയാണെന്നും ഈ സോണുകൾ ഏത് ലാറ്റിറ്റ്യൂഡിന്റെ ഇടയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്നും ഐഡന്റിഫൈ ചെയ്യാം. ഇപ്പൊ മെയിനായിട്ട് 3 ടെമ്പറേച്ചർ സോൺസ് ആണ് വരുന്നത്. ഒന്ന് ടോറിഡ് സോണ്, പിന്നെ ടെമ്പറേറ്റ് സോണും, പിന്നെ ഫ്രിജിഡ് സോണും ആണ് വരുന്നത്. അതിൽ ടോറിഡ് സോൺ വന്നിട്ട് 0 ഡിഗ്രി മുതൽ 23½ ഡിഗ്രി നോർത്തും സൗത്തിലാണ് കിടക്കുന്നത്. അതേസമയം ടെമ്പറേറ്റ് സോൺ വന്നിട്ട് 23½ ഡിഗ്രി മുതൽ 66½ ഡിഗ്രി നോർത്തും സൗത്തിലായിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ വരുന്നത് ഫ്രിജിഡ് സോൺ ആണ്. ഫ്രിജിഡ് സോൺ വന്നിട്ട് 66½ ഡിഗ്രി മുതൽ 90 ഡിഗ്രി നോർത്ത് സൗത്തിലായിട്ടാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ആൻസർ ഒന്നുകൂടി വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ, the earth has 3 main temperature zones. Torrid zone between 0 degree and 23.5 degree north and south near the equator. It is the hottest zone because it gets direct sunlight. Temperate zone between 23.5 degree and 66.5 degree north and south. It was mild weather with warm summers and cool winters. Frigid zone between 66.5 degree and 90 degree north and south near the poles. It is the coldest zone with very little heat from the sun. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ക്വസ്റ്റ്യൻ, why do we generally experience low temperature at places situated at higher elevations such as ഊട്ടി, മൂന്നാർ and കൊടൈക്കനാൽ? അതായത് ഹയർ എലിവേഷനുള്ള സ്ഥലങ്ങൾ, അതായത് ഊട്ടി, മൂന്നാർ, കൊടൈക്കനാൽ പറയുന്ന സ്ഥലങ്ങളിൽ ലോ ടെമ്പറേച്ചർ ആണ് കൂടുതലും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. എന്തുകൊണ്ടെന്നാണ്? ഹയർ എലിവേഷനുള്ള സ്ഥലങ്ങൾ, അതായത് ഊട്ടി, മൂന്നാർ, കൊടൈക്കനാലിൽ ലോ ടെമ്പറേച്ചർ അനുഭവപ്പെടാൻ കാരണം നമ്മൾ ഹയറിലോട്ട് പോകുന്നതോറും എയർ വന്നിട്ട് തിന്നറും കൂളറും ആവുന്നത് കൊണ്ടാണ്. അതായത് ഹയർ ഓൾട്ടിറ്റ്യൂഡ്സിൽ എയറിന് ഹീറ്റ് അത്രയ്ക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ലോ പ്രഷർ കാരണം എയർ എക്സ്പാൻഡ് ചെയ്തിട്ട് കൂളാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ സ്ഥലങ്ങളിലൊക്കെ ലോ ടെമ്പറേച്ചേഴ്സ് അനുഭവപ്പെടുന്നത്. ഈ സ്ഥലങ്ങളൊക്കെ ഹയർ എലിവേഷനിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ, we experience low temperatures at higher elevations like Ooty, Munnar and Kodaikanal because the air becomes thinner and cooler as we go higher up. At high altitudes, the air cannot hold much heat. The pressure is lower, so the air expands and cools. Question, diurnal range of temperature is generally low in Kerala. Why? കേരളയിൽ ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ പറയുന്നത് വളരെ ലോ ആണ്. എന്തുകൊണ്ട്? അപ്പോൾ ഈ കേരള പറയുന്നത് സീൻ്റെ അടുത്ത് കിടക്കുന്നതുകൊണ്ട് ഡേയിലുള്ള ടെമ്പറേച്ചറും അതുപോലെ നൈറ്റിലുള്ള ടെമ്പറേച്ചറിൻ്റെ ഡിഫറൻസ് വളരെ കുറവായിരിക്കും, സ്മോൾ ആയിരിക്കും. കാരണം ഈ സീ വന്നിട്ട് ഡേയിൽ എയറിനെ കൂൾ ചെയ്യുകയും നൈറ്റിൽ എയറിനെ വാം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് അവിടെ ആ ടെമ്പറേച്ചർ സ്റ്റഡിയാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കേരളത്തിൽ ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ വളരെ കുറവാവുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ, the difference between day and night temperatures is small in Kerala because it is close to the sea. The sea keeps the weather steady by cooling the air during the day and warming it at night. Also, the air is humid, which stops big changes in temperature. Question, what is atmospheric pressure? What are the factors affecting the atmospheric pressure?
അറ്റ്മോസ്ഫിയറിക് പ്രഷർ പറഞ്ഞാൽ എന്താണ്, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ എഫക്റ്റ് ചെയ്യുന്നത്? എർത്ത് സർഫസിൽ അറ്റ്മോസ്ഫിയറിക് എയർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ എഫക്റ്റ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, ഓൾട്ടിറ്റ്യൂഡ് എന്നിവയൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: the weight exerted by the atmospheric air over the Earth's surface is termed as atmospheric pressure. Following are the factors affecting the atmospheric pressure: temperature, altitude, humidity. Question: why do we feel discomfort like clogging of ears while traveling to higher elevation? ഹയർ എലിവേഷനിലോട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ചെവി അടഞ്ഞൊരു ഫീലിംഗ് ഉണ്ടാവും. അത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഹയർ എലിവേഷനിലോട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെവി അടയുന്ന ഒരു ഫീലിംഗ് വരുന്നത് എയർ പ്രഷറിൻ്റെ ചേഞ്ചസ് മൂലമാണ്. അതായത് ഹയർ എലിവേഷനിലോട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് പുറത്തുള്ള എയർ പ്രഷർ ഡ്രോപ്പ് ചെയ്യുകയും പക്ഷേ നമ്മുടെ ചെവിയിലുള്ള എയർ പ്രഷർ സെയിം ആയി നിൽക്കുകയും ചെയ്യും. ഈ ഒരു ഡിഫറൻസ് മൂലമാണ് നമുക്ക് ചെവി അടഞ്ഞൊരു ഫീലിംഗ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: we feel discomfort or a clogging sensation in our ears when traveling to higher elevations because of changes in air pressure. When you go to higher places, the air pressure outside drops, but the pressure inside your ears stays the same at first. This creates a difference which makes your ears feel clogged or uncomfortable. Question: coastal regions experience comparatively low atmospheric pressure than interior locations. Why? ഇന്റീരിയർ ലൊക്കേഷൻസിനേക്കാളും കോസ്റ്റൽ റീജിയൻസിനകത്ത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ലോവർ ആയിട്ടായിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുക. കാരണം എന്താണ്? ഇപ്പോൾ കോസ്റ്റൽ റീജിയനിൽ വന്നിട്ട് ഇന്റീരിയർ ലൊക്കേഷനേക്കാളും ലോവർ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. കാരണം സീൻ്റെ മേലെയുള്ള എയർ പറയുന്നത് വാമറും ലൈറ്ററും ആയിരിക്കും. അപ്പോൾ അവിടെ ലോ പ്രഷറാണ് അനുഭവപ്പെടുന്നത്. അതേസമയം ഇന്റീരിയർ ലൊക്കേഷൻസ് എടുക്കുകയാണെങ്കിൽ അവിടെയുള്ള എയർ വന്നിട്ട് ഹെവി ആയിരിക്കും. അവിടെ ഹൈ പ്രഷർ ആയിരിക്കും ഉണ്ടാവുന്നത്. അതുകൊണ്ട് അവിടെ ഹൈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അനുഭവപ്പെടും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: coastal regions experience low atmospheric pressure than interior locations because the air over the sea is warmer and lighter. Warm air rises, which reduces the pressure. In contrast, interior areas often have cooler, heavier air that creates higher pressure. Question: what are the different global pressure belts? Different global pressure belts ഏതൊക്കെയാണ്? ലാറ്റിറ്റ്യൂഡിനൽ സോൺസിൽ കാണപ്പെടുന്ന ഡിഫറെൻറ്റ് പ്രഷർ ബെൽറ്റ്സിനെയാണ് നമ്മൾ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് 4 ഉള്ളത്. ഒന്ന് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റും, രണ്ടാമത് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, മൂന്നാമത് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റും, നാലാമത് പോളാർ ഹൈ പ്രഷർ ബെൽറ്റുമാണ്. ഇതിൽ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് പറയുന്നത് 0 ഡിഗ്രിയിലാണ് കിടക്കുന്നത്. അതേസമയം സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് പറയുന്നത് 30 ഡിഗ്രി സൗത്തും 30 ഡിഗ്രി നോർത്തിലാണ്. പിന്നെ സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് പറയുന്നത് 60 ഡിഗ്രി സൗത്തും 60 ഡിഗ്രി നോർത്തിലാണ്. പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് പറയുന്നത് 90 ഡിഗ്രി സൗത്തും 90 ഡിഗ്രി നോർത്തിലുമാണ് കാണപ്പെടുന്നത്. ഇതിൻ്റെ ഉത്തരം ഒന്നും കൂടി എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. Answer: global pressure belts are different pressure belts formed along certain specific latitudinal zones. The different global pressure belts are equatorial low pressure belts, that is 0 degree Celsius. At the equator, the air rises because it's hot, creating low pressure. Subtropical high pressure belts, that is 30 degree north and 30 degree south. Around 30 degree north and south, the air sinks, creating high pressure. Subpolar low pressure belts, that is 60 degree north and 60 degree south. Around 60 degree north and south, air from the subtropics meets cold air and rises, creating low pressure. Polar high pressure belts, that is 90 degree north and 90 degree south. At the poles, that is 90 degree, cold air sinks, creating high pressure. These pressure belts help control wind and weather patterns around the earth. Question: what is the name given to the monsoon winds blowing towards the northeast direction in India? ഇന്ത്യയിൽ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ വീശുന്ന
മൺസൂൺ കാറ്റിനെ എന്ത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? അപ്പോൾ ഇന്ത്യയിൽ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ വീശിയിരുന്ന മൺസൂൺ വിൻഡിന്റെ പേര് വന്നിട്ട് നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇത് വന്നിട്ട് വിന്റർ സീസണിലാണ് മെയിനായിട്ട് ഒക്കർ ചെയ്യുന്നത്. അതായത് ഒക്ടോബർ മുതൽ ഡിസംബർ വരെയാണ് നമുക്ക് ഈ ഒരു മൺസൂൺ അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: The monsoon winds blowing towards the northeast direction in India are called northeast monsoon. These winds occur during the winter season, that is around October to December, and blow from the northeast towards the southwest. They bring rainfall to the southeastern part of India, especially in places like Tamil Nadu and Andhra Pradesh. Question: Winds are comparatively stronger over oceans than over continents. Why? വിൻസ് വന്നിട്ട് ഓഷ്യൻസിന്റെ മേലെയാണ് കോണ്ടിനെന്റ്സിനെക്കാളും സ്ട്രോങ്ങർ ആയിട്ട് വീശുന്നത്. കാരണം എന്ത്? അപ്പോൾ വിൻസ് വന്നിട്ട് ഓഷ്യൻസിന്റെ മേലെയാണ് സ്ട്രോങ്ങർ ആയിട്ട് വീശുന്നത്. കാരണം ഓഷ്യൻസിന്റെ സർഫസ് എന്ന് പറയുന്നത് ഫ്ലാറ്റും ഓപ്പണും ആണ്. അതേസമയം അവിടെ ഈ വിൻഡിനെ തടയാനുള്ള ഒരു ഒബ്സ്റ്റക്കിൾസും കാണില്ല. അതേസമയം കോണ്ടിനെന്റിലാണെങ്കിൽ ബിൽഡിങ്സും ട്രീസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ വിൻഡിനെ അവിടെ അത് ഒബ്സ്ട്രക്ട് ചെയ്യും. അതുകൊണ്ടാണ് ഓഷ്യൻസിന്റെ മേലെ വീശുന്ന കാറ്റ് വളരെ സ്ട്രോങ്ങർ ആണെന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: Winds are stronger over oceans than over continents because the surface is flat and open and there are fewer obstacles like buildings, trees and hills over the sea. Question: What are the different types of winds? Different types of winds ഏതൊക്കെയാണ്? ഇപ്പോൾ വിൻഡ് എന്ന് പറയുന്നത് ഒരു ലൊക്കേഷനിൽ നിന്നും മറ്റൊരു ലൊക്കേഷനിലേക്കുള്ള എയറിന്റെ മൂവ്മെന്റ് ആണ്. 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വിൻഡ്സ് ആണ് വരുന്നത്. ഒന്ന് പീരിയോഡിക് വിൻഡ്സ്, പിന്നെ പെർമനന്റ് വിൻഡ്സ്, ലോക്കൽ വിൻഡ്സ്, വേരിയബിൾ വിൻഡ്സ്. അപ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: Wind is the movement of air from one place to another. The different types of winds are permanent winds, periodic winds, local winds, variable winds. Question: Explain permanent winds. Permanent windsനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. വർഷം മുഴുവനും ഒരേ ഡയറക്ഷനിൽ വീശുന്ന കാറ്റുകളിനെയാണ് പെർമനന്റ് വിൻഡ്സ് എന്ന് പറയുന്നത്. ഇത് 3 ടൈപ്പാണ് വരുന്നത്. ഒന്ന് പോളാർ വിൻഡ്സ്, പിന്നെ ട്രേഡ് വിൻഡ്സ്, പിന്നെ വെസ്റ്റർലീസ്. ഇതിനെ നമ്മൾ പ്രിവെയിലിംഗ് വിൻഡ്സ് അല്ലെങ്കിൽ പ്ലാനറ്ററി വിൻഡ്സ് എന്നും വിളിക്കാറുണ്ട്. ഇതിന്റെ ആൻസർ ഒന്നും കൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: Permanent winds are winds that blow in the same direction all year. They are also called prevailing winds or planetary winds. They move between different pressure belts on Earth. The main types are trade winds, westerlies, and polar winds. Question: What are the major permanent winds? Major ആയിട്ടുള്ള permanent winds ഏതൊക്കെയാണ്? അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു പെർമനന്റ് വിൻഡ്സ് 3 ടൈപ്പാണ്. ട്രേഡ് വിൻഡ്സ്, വെസ്റ്റർലീസും അതുപോലെ പോളാർ വിൻഡ്സും. ട്രേഡ് വിൻഡ്സ് വന്നിട്ട് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്നും ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലോട്ടാണ് ബ്ലോ ചെയ്യുന്നത്. അതേസമയം വെസ്റ്റർലീസ് വന്നിട്ട് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്നും സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് പോളാർ വിൻഡ്സ് ആണ്. പോളാർ വിൻഡ്സ് വന്നിട്ട് പോളാർ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്നും സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിലോട്ടാണ് ബ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: The major permanent winds are trade winds, blows from subtropical high pressure belts to the equatorial low pressure belt. Westerlies blow from subtropical high pressure belts, that is 30 degree north or south, to subpolar low pressure belts, that is 60 degree north or south. Polar winds blow from polar high pressure belts, that is 90 degree north or south, to subpolar low pressure belts, that is 60 degree north or south. Question: Trade winds are northeasterlies in the northern hemisphere and are southeasterlies in the southern hemisphere. Why? ട്രേഡ് വിൻഡ്സ് വന്നിട്ട് നോർത്തേൺ ഹെമിസ്ഫിയറിൽ നോർത്ത് ഈസ്റ്റർലീസും അതേസമയം സദേൺ ഹെമിസ്ഫിയർ വന്നിട്ട് സൗത്ത് ഈസ്റ്റർലീസും ആണ്. കാരണം എന്ത്? ഇപ്പൊ ട്രേഡ് വിൻഡ്സ് വന്നിട്ട് നോർത്തേൺ ഹെമിസ്ഫിയറിൽ നോർത്ത് ഈസ്റ്റർലീസും അതുപോലെ സദേൺ ഹെമിസ്ഫിയറിൽ സൗത്ത് ഈസ്റ്റർലീസും ആണ്. ഇതിന്റെ കാരണം പറയുന്നത് കോറിയോളിസിസ് ഇഫക്റ്റ് ആണ്. കോറിയോളിസ് ഇഫക്റ്റ് പറഞ്ഞാൽ എർത്തിന്റെ റൊട്ടേഷൻ അനുസരിച്ചിട്ട് മൂവിങ് എയറിന് ഡിഫ്ലക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിലത്തെ വിൻഡ് വന്നിട്ട്
റൈറ്റിലോട്ടും അതുപോലെ സദേൺ ഹെമിസ്ഫിയറിലുള്ള ട്രേഡ് വിൻഡ്സ് വന്നിട്ട് സൗത്തിലോട്ടും ആയിരിക്കും ഡിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ trade winds blow from northeast in the northern hemisphere and from the southeast in the southern hemisphere due to the Coriolis effect, which deflects moving air caused by Earth's rotation. This deflection turns winds to the right in the northern hemisphere and to the left in the southern hemisphere. ഹൈസ്കൂളിൽ അക്കാഡമിക് എക്സലൻസിന് തയ്യാറാവുന്ന സ്റ്റുഡൻസിന് ഒരു സന്തോഷ വാർത്ത. ടോപ്പ് ട്യൂഷന്റെ എക്സ്പീരിയൻസ് ടീച്ചേഴ്സ് നിങ്ങൾക്ക് എക്സെപ്ഷണൽ അക്കാഡമിക് കോച്ചിങ് നൽകുന്നു. റെഗുലർ ക്ലാസ്സസിന് പുറമെയുള്ള ടോപ്പ് ട്യൂഷന്റെ വീഡിയോ നോട്ട്സും റെഗുലർ ടെസ്റ്റുകളും നിങ്ങളുടെ അക്കാഡമിക് പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യുന്നു. നിങ്ങളുടെ സ്മോൾ ബാച്ച് സൈസ് സ്റ്റുഡൻസിന് ഇൻഡിവിജ്വൽ അറ്റൻഷൻ എൻഷുർ ചെയ്യുന്നു. ടോപ്പ് ട്യൂഷന്റെ എക്സാം റിവിഷനിലൂടെയും എക്സാം പ്രിപ്പറേഷനിലൂടെയും ഉയർന്ന മാർക്കുകൾ സ്കോർ ചെയ്യാം. നിങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ് ജോയിൻ ചെയ്യുവാൻ ഇന്ന് തന്നെ വിളിക്കുക 8006066363. Question. Westerlies are comparatively stronger in the southern hemisphere than in the northern hemisphere. Why? വെസ്റ്റർലീസ് വന്നിട്ട് നോർത്തേൺ ഹെമിസ്ഫിയറിനെക്കാളും സദേൺ ഹെമിസ്ഫിയറിലാണ് സ്ട്രോങ്ങർ ആയിട്ട് കാണപ്പെടുന്നത്. എന്തുകൊണ്ട്? വെസ്റ്റർലീസ് വന്നിട്ട് നോർത്തേൺ ഹെമിസ്ഫിയറിനെക്കാളും സദേൺ ഹെമിസ്ഫിയറിലായിരിക്കും സ്ട്രോങ്ങർ. കാരണം സദേൺ ഹെമിസ്ഫിയറിൽ വന്നിട്ട് കൂടുതൽ ഓഷ്യൻസുകളാണ് ഉള്ളത്. അവിടെ ലാൻഡ് മാസസ് എല്ലാം കുറവാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വിൻഡിന് വന്നിട്ട് മൂവ് ചെയ്യാൻ അവിടെ യാതൊരു ഒബ്സ്ട്രക്കിൾസും ഉണ്ടാവില്ല. അത് ഫ്രീ ആയിട്ട് അവിടെ മൂവ് ചെയ്യുന്നത് കൊണ്ടാണ് സ്ട്രോങ്ങർ ആയിട്ട് തോന്നുന്നത്. അതേസമയം നോർത്തേൺ ഹെമിസ്ഫിയർ എടുക്കുകയാണെങ്കിൽ അവിടെ വന്നിട്ട് കോണ്ടിനെന്റ്സ് ഒക്കെ കൂടുതലാണ്, അതുപോലെ ലാൻഡ് മാസസും മറ്റു ഒബ്സ്ട്രക്കിൾസ് ഒക്കെ കൂടുതലാണ്. അതുകൊണ്ട് കാറ്റ് വീശുന്ന സമയത്ത് അവിടെ തടസ്സം ഉണ്ടാവാൻ നല്ല ചാൻസുകളുണ്ട്. അതുകൊണ്ടാണ് വെസ്റ്റർലീസ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ വളരെ സ്ട്രോങ് കുറവും അതുപോലെ സദേൺ ഹെമിസ്ഫിയറിൽ നോർത്തേൺ ഹെമിസ്ഫിയറിനെക്കാളും സ്ട്രോങ്ങറും ആയി അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇതിന് ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ വെസ്റ്റർലീസ് ആർ സ്ട്രോങ്ങർ ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ ബിക്കോസ് there is more open ocean and fewer land masses, which means less friction to slow the winds. In contrast, the northern hemisphere has more continents, mountains, and other obstacles that weaken and disrupts the wind flow. Question. What are periodic winds? Periodic winds പറഞ്ഞാൽ എന്താണ്? കാലാവസ്ഥയുടെ മാറ്റങ്ങൾക്കനുസരിച്ച് ഡയറക്ഷൻ മാറ്റുന്ന വിൻസിനെയാണ് പീരിയോഡിക് വിൻസ് എന്ന് പറയുന്നത്. ഇതിന് ഉദാഹരണമായിട്ട് പറയണമെങ്കിൽ ലാൻഡ് ബ്രീസ്, സീ ബ്രീസ്, മൗണ്ടൻ ബ്രീസ്, വാലി ബ്രീസ്, മൺസൂൺ വിൻസ് എന്നിവയ്ക്കാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ വിൻസ് സബ്ജക്റ്റഡ് ടു ദി പീരിയോഡിക് റിവേഴ്സൽ ഓഫ് ദെയർ ഡയറക്ഷൻ ആർ ടേംഡ് ആസ് പീരിയോഡിക് വിൻസ്. Diurnal winds such as the land breezes, sea breezes, mountain breezes, and valley breezes, as well as the monsoon winds, which repeat on summer and winter, are periodic winds. Question. Illustrate the land breezes and sea breezes. Land breezes ne kurichum sea breezes ne kurichum explain ചെയ്യാം. അപ്പോൾ ഡേ സമയത്ത് ലാൻഡ് വന്നിട്ട് സീനേക്കാളും വാമർ ആയിരിക്കും. അപ്പോൾ ഈ വാം എയർ സീയിലോട്ട് പാസ് ചെയ്യും. ആ ഒരു സീയിലുള്ള കൂൾ എയർ ആയിരിക്കും നമുക്ക് ലാൻഡിലോട്ട് വരുന്നത്. അതായത് വിൻഡ് വന്നിട്ട് ലാൻഡിൽ നിന്നുള്ള വാം എയർ സീയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയും അതുപോലെ സീയിലുള്ള കൂൾ എയർ ലാൻഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്നത്. ഇതാണ് നമ്മൾ സീ ബ്രീസ് എന്ന് പറയുന്നത്. അതേസമയം നൈറ്റ് ആകുമ്പോൾ ലാൻഡ് വന്നിട്ട് സീനേക്കാളും കൂളറായിരിക്കും. അപ്പോൾ ലാൻഡിൽ നിന്നുള്ള കൂൾ എയർ സീയിലോട്ട് വിൻഡ് പാസ് ചെയ്യുകയും അതുപോലെ സീയിലുള്ള വാം എയർ ലാൻഡിലോട്ട് വിൻഡ് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇതിന് നമ്മൾ ലാൻഡ് ബ്രീസ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഇതിന് ഉത്തരം എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ ലാൻഡ് ബ്രീസ്. ഡ്യൂറിംഗ് നൈറ്റ് ലാൻഡ് ഗെറ്റ്സ് കൂളർ ദാൻ ദ സീ. കൂൾ എയർ ഫ്രം ദ ലാൻഡ് മൂവ്സ് ടു ദ സീ, ദാറ്റ് ഈസ് വിൻഡ്സ് ബ്ലോസ് ഫ്രം ലാൻഡ് ടു സീ. സീ ബ്രീസ്. During day, land gets hotter than the sea. Cool air from the sea moves to the land, that is, winds blow from sea to land. Question. Explain mountain breezes and valley breezes. Mountain breezes ne kurichum adupole valley breezes ne kurichum explain cheyyuka. മൗണ്ടെയിൻ സ്ലോപ്സിൽ വന്നിട്ട് ഡേ ടൈമിൽ സൂര്യപ്രകാശം കാരണം അവിടെയുള്ള സ്ലോപ്സിനകത്തുള്ള എയർ വന്നിട്ട് മേലോട്ട് റൈസ് ചെയ്യുകയും
വാലിയിലുള്ള എയറിനുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുകയും ചെയ്യും. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ബ്രീസിനെയാണ് നമ്മൾ വാലി ബ്രീസ് എന്ന് പറയുന്നത്. അവിടെ ഉണ്ടാവുന്ന എയർ മൂവ്മെന്റിനെ നമ്മൾ വാലി ബ്രീസ് എന്ന് പറയുന്നത്. അതേസമയം നൈറ്റിൽ നോക്കുകയാണെങ്കിൽ ഈ മൗണ്ടെയിൻ സ്ലോപ്സിലുള്ള എയർ പെട്ടെന്ന് കൂളാവുകയും അത് താഴോട്ട് മൂവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അവിടെ നടക്കുന്ന ആ ഒരു എയർ മൂവ്മെന്റ് അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ബ്രീസിനെയാണ് നമ്മൾ മൗണ്ടെയിൻ ബ്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: during night, air along the mountain slopes cools, contracts, and moves down slope. These winds are called mountain breezes. During daytime, the heating by sunlight and rising up of air along the mountain slopes make the wind to blow up slope from the valley. These winds are called valley breeze. Question: explain monsoon winds. മൺസൂൺ വിൻഡ്സിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. മൺസൂൺ എന്ന് പറഞ്ഞാൽ സീസണിനനുസരിച്ച് വിൻഡിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതാണ്. ഇപ്പൊ 2 ടൈപ്പ് ഓഫ് മൺസൂൺ ആണുള്ളത്. സൗത്ത് വെസ്റ്റ് മൺസൂണും അതുപോലെ നോർത്ത് ഈസ്റ്റ് മൺസൂണും. ഇപ്പൊ സമ്മർ സീസണിൽ വന്നിട്ട് ലാൻഡ് ഒക്കെ ഭയങ്കര ഹോട്ടായിരിക്കും. ആ ടൈമിൽ ഈ ഹോട്ട് ലാൻഡ് അതിൻ്റെ അടുത്ത് കിടക്കുന്ന ഓഷ്യനിൽ നിന്നും മോയിസ്റ്റ് എയർ പുൾ ചെയ്തെടുക്കും. ഇതാണ് നമ്മുടെ സൗത്ത് വെസ്റ്റ് മൺസൂണിൽ നടക്കുന്നത്. പിന്നെ വരുന്നത് നോർത്ത് ഈസ്റ്റ് മൺസൂൺ ആണ്. അതായത് വിന്റർ സമയത്ത് നമ്മൾ ലാൻഡൊക്കെ വളരെ കൂളായിട്ട് കിടക്കുന്നുണ്ടാവും. ഈ ലാൻഡ് വന്നിട്ട് ഓഷ്യനിലോട്ട് മോയിസ്റ്റ് എയർ പുഷ് ചെയ്ത് വിടും. ഇതാണ് നോർത്ത് ഈസ്റ്റ് മൺസൂണിൽ വരുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ ഒന്നും കൂടി വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: മൺസൂൺ മീൻസ് എ സീസണൽ ചേഞ്ച് ഇൻ വിൻഡ് ഡയറക്ഷൻ. In summer, hot land pulls in moist winds from the Indian Ocean called southwest monsoon. These bring heavy rain. In winter, cold land pushes dry winds toward the ocean called northeast monsoon. These bring little or no rain. Question: what is local winds? Local winds പറഞ്ഞാൽ എന്താണ്? ഒരു ഏരിയയിലുള്ള പ്രഷറിന്റെയും ടെമ്പറേച്ചറിന്റെയും മൂലം ഉണ്ടാവുന്ന വിൻഡിനെയാണ് നമ്മൾ ലോക്കൽ വിൻഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ലോക്കൽ വിൻഡിന് പല ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പല വിൻഡ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ചിലതാണ് ലൂ, ചിനൂക്ക്, ഹർമത്തൻ എന്നിവയൊക്കെ. അപ്പൊ ഇതിന്റെ ഉത്തരം ഒന്നും കൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: local winds are winds that form due to difference in temperature and pressure in a small area. They often blow at specific times and have local names. Local winds: Loo, region, North Indian Plains, characteristics, hot wind. Local wind Chinook, region, slopes of Rocky Mountains in North America, characteristics, dry, hot wind. Local wind Fawn, region, slopes of Alps Mountain in Europe, characteristics, dry, hot wind. Local winds Harmattan, region, Sahara Desert in Africa, characteristics, relief to intense heat. Question: explain cyclones. Cyclones നെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. സൈക്ലോൺസ് പറയുന്നത് ഒരു ലോ പ്രഷർ സിസ്റ്റം ആണ്. ഇതിനകത്ത് കാറ്റ് വന്നിട്ട് ഉള്ളിലോട്ടാണ് വീശുന്നത്. അതായത് ഓഷ്യൻസിന്റെ മേലെയാണ് ഈ സൈക്ലോൺസ് വളരെ സ്ട്രോങ് ആയി നിൽക്കുന്നത്. അത് ലാൻഡിലെത്തുന്ന സമയത്ത് അത് വളരെ വീക്ക് ആവുകയും ചെയ്യുന്നു. അപ്പൊ ഈ സൈക്ലോൺസ് വന്നിട്ട് നല്ല കനത്ത മഴയും അതുപോലെ തന്നെ ശക്തമായ കാറ്റൊക്കെയാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഇതിനെ ഹരിക്കെയിനും ടൈഫോൺസിനും ടൊർണാഡോസും എന്നൊക്കെ വിളിക്കാറുണ്ട്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ വന്നിട്ട് അവിടെ വിൻഡ് വന്നിട്ട് ഇൻവാർഡിൽ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അതേസമയം സദേൺ ഹെമിസ്ഫിയറിൽ വന്നിട്ട് ഈ കാറ്റ് വന്നിട്ട് ക്ലോക്ക് വൈസ് ആയിരിക്കും മൂവ് ചെയ്യുക. അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: cyclones are low pressure systems where winds blow inwards. Tropical cyclones form over warm oceans, are very strong and weaken when they reach land. They cause heavy rain and strong winds and are called hurricanes, typhoons or tornadoes in different places. In the northern hemisphere, winds move anti-clockwise and in the southern hemisphere, they move clockwise. Question: explain anti-cyclones. Anti-cyclones കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പൊ ആന്റി സൈക്ലോൺസ് പറയുന്നത് ഹൈ പ്രഷർ സിസ്റ്റം ആണ്.
ഇതിനകത്ത് വിൻഡ് വന്നിട്ട് പുറത്തോട്ടാണ് ബ്ലോ ചെയ്യുന്നത്. അതായത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ വന്നിട്ട് ക്ലോക്ക് വൈസും അതുപോലെ തന്നെ സദേൺ ഹെമിസ്ഫിയറിൽ വന്നിട്ട് ആന്റി ക്ലോക്ക് വൈസും വിൻഡ് പുറത്തോട്ടാണ് ബ്ലോ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ ഒന്നുകൂടി വിശദീകരിച്ച് എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: anticyclones are high pressure systems where winds blow outward. They usually do not cause major weather changes. Winds move clockwise in the northern hemisphere and anti-clockwise in the southern hemisphere. Sunlight differences cause air movement, and another weather factor from the sun is atmospheric humidity. Question: what is humidity? Humidity പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മുടെ ഒരു സർഫസിലുള്ള വാട്ടേഴ്സ് ഒക്കെ സൺലൈറ്റ് മൂലം ഇവാപറേറ്റ് ചെയ്തിട്ട് എയറിലോട്ട് മൂവ് ചെയ്യും. അപ്പൊ അറ്റ്മോസ്ഫിയറിൽ കാണുന്ന ഈ വാട്ടർ വേപ്പറിന്റെ പ്രസൻസിനെയാണ് നമ്മൾ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: humidity is the presence of water vapor in the atmosphere that forms when sunlight heats water on Earth's surface, causing it to evaporate and rise into the air. Question: what is absolute humidity and relative humidity? Absolute humidity, relative humidity പറഞ്ഞാൽ എന്താണ്? ആബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടുന്ന വാട്ടർ വേപ്പറിന്റെ ആക്ച്വൽ എമൗണ്ട് ആണ്. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടുന്ന വാട്ടർ വേപ്പറിന്റെ ആക്ച്വൽ എമൗണ്ടും അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറിൽ ടോട്ടൽ വാട്ടർ വേപ്പർ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും തമ്മിലുള്ള റേഷ്യോ ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: actual amount of water vapor present per unit volume of atmosphere is called absolute humidity. The ratio between the actual amount of water present in the atmosphere and the total water holding capacity of atmosphere at that particular temperature and time is referred to as relative humidity. That is, relative humidity equal to absolute humidity divided by total water holding capacity of the atmosphere into 100. ഇതുപോലുള്ള വീഡിയോകൾക്കായി ടോപ്പ് ട്യൂഷന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ക്വസ്റ്റ്യൻ: വാട്ട് ആർ ദ ഡിഫറെന്റ് ഫോംസ് ഓഫ് കണ്ടൻസേഷൻ? കണ്ടൻസേഷന്റെ ഡിഫറെന്റ് ഫോംസ് ഏതൊക്കെയാണ്? കണ്ടൻസേഷൻ പറയുന്നത് വാട്ടർ വേപ്പർ വന്നിട്ട് വാട്ടറായി കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ കണ്ടൻസേഷനിൽ ഡിഫറെന്റ് ഫോമുകൾ വരുന്നുണ്ട്. അതിൽ ചിലതാണ് ഡ്യൂ, ഫ്രോസ്റ്റ്, മിസ്റ്റ്, ഫോഗ്, പിന്നെ ക്ലൗഡ്. അപ്പൊ ഇതിന്റെ ഉത്തരം ഒന്നും കൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: the atmospheric moisture is visible only when the water vapor condenses to form tiny droplets of water. Different forms of condensation are dew. Water drops form on cool surfaces like grass at night. Frost. Ice forms instead of dew when it's below 0 degrees Celsius. Mist and fog. Tiny water drops stay in the air near the ground when it is cool. Fog is thicker than mist. Clouds. Tiny water drops float in the sky and form clouds. Question: what are the different types of clouds? Different types of clouds ഏതൊക്കെയാണ്? ക്ലൗഡ്സ് വന്നിട്ട് അതിന്റെ ഫോമും അതിന്റെ ഹൈറ്റിന്റെയും അടിസ്ഥാനത്തിലാണ് ഡിഫറെന്റ് ടൈപ്സ് ആക്കി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇതിൽ മെയിൻ ആയിട്ട് വരുന്ന 4 ക്ലൗഡ്സ് പറയുന്നത് സിർറസ് ക്ലൗഡ്, ക്യുമുലസ് ക്ലൗഡ്, നിംബസ് ക്ലൗഡ്, സ്ട്രാറ്റസ് ക്ലൗഡ് ആണ്. അപ്പൊ ഇവ ഓരോന്നും എന്താണെന്നും അതെങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: clouds can be classified based on their form as well as the height at which they are formed. Cirrus clouds, thin, delicate, feather-like clouds formed at very high altitude. Stratus clouds, thick layered clouds usually formed in the lower atmosphere. Cumulus clouds, cotton wool like clouds formed as a result of intense convection. Nimbus clouds, dark rain bearing clouds formed in the lower part of the atmosphere. Question: what is precipitation? What are the different forms of precipitation? Precipitation പറഞ്ഞാൽ എന്ത്? പ്രസിപ്പിറ്റേഷനിൽ വരുന്ന ഡിഫറെന്റ് ഫോംസ് ഏതൊക്കെയാണ്? ക്ലൗഡ്സിലുള്ള വാട്ടർ ഡ്രോപ്ലെറ്റ്സ് വളരെ ഹെവി ആവുകയും അതുപോലെ തന്നെ അത് ബിഗ് ആവുകയും ചെയ്യുന്ന സമയത്ത് അത് താഴോട്ട് വീഴും. ഇതിനാണ് നമ്മൾ പ്രസിപ്പിറ്റേഷൻ പറയുന്നത്.
മെയിൻലി 3 ടൈപ്പ് ഓഫ് precipitation ആണ് വരുന്നത്. ഒന്ന് റെയിന്, പിന്നെ ഒന്ന് സ്നോഫോള്, പിന്നെ ഹെയിൽ സ്റ്റോൺ. അപ്പൊ റെയിൻ പറയുന്നത് വാട്ടർ ഡ്രോപ്സ് ആയിട്ട് വരുന്ന precipitation ആണ്. സ്നോഫോൾ പറയുന്നത് ഐസ് ക്രിസ്റ്റൽ, ടൈനി ഐസ് ക്രിസ്റ്റൽസ് ആയിട്ട് വരുന്ന precipitation ആണ്. ഹെയിൽ സ്റ്റോൺ പറയുന്നത് ഐസ് ബോൾസ് ആയിട്ട് വരുന്ന precipitation ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ ഒന്നുകൂടി വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: when water droplets in clouds grow big and heavy, they fall to the ground. This is called precipitation. The different forms of precipitation are rainfall, precipitation which is in the form of water droplets; snowfall, when the temperature is below 0 degrees Celsius in cold or winter region, precipitation falls as tiny ice crystals called snowfall; hailstones, water droplets in clouds freeze and melt many times in the air. They fall to the ground as balls of ice called hailstones. Question: explain the different types of rainfalls. Different types of rainfalls ne kurichittu explain cheyuka. നമുക്ക് മെയിൻ ആയിട്ട് 5 ടൈപ്പ് ഓഫ് റെയിൻഫോൾ ആണ് വരുന്നത്. അതിൽ ആദ്യത്തെ 3 എണ്ണമാണ് ഈ ഒരു സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അല്ല, ആദ്യത്തെ റെയിൻഫോൾ പറയുന്നത് ഓറോഗ്രാഫിക് റെയിൻഫോൾ ആണ്. അതായത് മോയിസ്റ്റ് വിൻഡ് സീയിൽ നിന്നും മൗണ്ടെയിനിലോട്ട് റേസ് ചെയ്ത് പോയിട്ട് അവിടെ ഒരു റെയിൻ ക്ലൗഡ് ഫോം ചെയ്യും. അതായത് മൗണ്ടെയിൻ്റെ മേലെ ഒരു റെയിൻ ക്ലൗഡ് ഫോം ചെയ്യും. ഇതിനെയാണ് നമ്മൾ ഓറോഗ്രാഫിക് റെയിൻഫോൾ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് കൺവെക്ഷണൽ റെയിൻഫോൾ ആണ്. അതായത് സമ്മർ സീസണിൽ ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്യും. അത്തരം മഴയിനെയാണ് നമ്മൾ കൺവെക്ഷണൽ റെയിൻഫോൾ എന്ന് പറയുന്നത്. ഇത് കൺവെക്ഷൻ പ്രോസസ്സ് മൂലമാണ് ഉണ്ടാവുന്നത്. പിന്നെ വരുന്നത് 4 o'clock റെയിൻ ആണ്. അതായത് ഈ കൺവെക്ഷണൽ റെയിൻഫോളിനെ തന്നെയാണ് 4 o'clock റെയിൻഫോൾ പറയുന്നത്. കാരണം ഇത് ആഫ്റ്റർനൂൺ ആണ് പെയ്യുന്നത്, അതുകൊണ്ടാണ് ആ പേര് അതിന് വന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെ ഒന്നുകൂടി വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: the different types of rainfalls are orographic rainfall. Moist winds from the sea rise over mountains, causing rain clouds to form. This is called orographic rainfall. Convectional rainfall: afternoon rains in summer happen due to the convection process. This type of rainfall is called convectional rainfall. 4 o'clock rains: as the convectional rainfall commonly occurs during afternoon, it is also called 4 o'clock rains. Question: explain the different types of rainfalls. ഇത് നമ്മുടെ നേരത്തെ ക്വസ്റ്റ്യന്റെ കണ്ടിന്യൂഷൻ ആണ്. അവിടെ നമ്മൾ 3 ടൈപ്പ് ഓഫ് റെയിൻഫോൾ ആണ് ഡിസ്കസ് ചെയ്ത്. ഇനി ബാക്കിയുള്ള 2 എണ്ണമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിൽ വരുന്ന ആദ്യത്തെയാണ് സൈക്ലോണിക് റെയിൻഫോൾ എന്ന് പറയുന്നത്. അതായത് കൂൾ എയറും വാം എയറും മീറ്റ് ചെയ്തിട്ട് വാം എയർ റൈസ് ചെയ്തിട്ട് അവിടെ കണ്ടൻസേഷൻ നടക്കുകയും റെയിൻഫോൾ ഉണ്ടാവുകയും ചെയ്യണം. ഈ ടൈപ്പ് ഓഫ് റെയിൻഫോളിനെയാണ് നമ്മൾ സൈക്ലോണിക് റെയിൻഫോൾ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഫ്രണ്ടൽ റെയിൻഫോൾ ആണ്. അതായത് വാം എയറും കൂൾ എയറും മീറ്റ് ചെയ്യുന്ന ആ ബൗണ്ടറി ലൈനാണ് നമ്മൾ ഫ്രണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഉണ്ടാകുന്ന ടൈപ്പ് ഓഫ് റെയിൻഫോളിനെയാണ് ഫ്രണ്ടൽ റെയിൻഫോൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ ഒന്നുകൂടി വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: cyclonic rainfall. In cyclonic systems where warm and cool air meet, the warm air will be raised up to cause condensation and rainfall. This type of rainfall is called cyclonic rainfall. Frontal rainfall: as the boundary lines between warm and cold air masses are known as fronts. This type of rainfall are also called frontal rainfall. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് fill in the blanks ഉം name the following type ക്വസ്റ്റ്യൻസുകളാണ്. Question: the dash is the sole source of energy for the earth. എർത്തിലുള്ള സോൾ സോഴ്സ് ഓഫ് എനർജി എന്താണ്? ആൻസർ: സൺ. കാരണം നാച്ചുറൽ പ്രോസസ്സിനും അതുപോലെ തന്നെ ലൈഫ് പ്രോസസ്സിനൊക്കെ സണ്ണാണ് എനർജി പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: എനർജി ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സൺ ബൈ ഡാഷ്. സണ്ണിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ആൻസർ: ന്യൂക്ലിയർ ഫ്യൂഷൻ. അപ്പൊ ന്യൂക്ലിയർ ഫ്യൂഷൻ മൂലമാണ് സണ്ണിനകത്ത് എനർജി പ്രൊഡ്യൂസ് ആവുന്നത്. ക്വസ്റ്റ്യൻ: ഡാഷ് ഇസ് ദ ഏജൻസി ഫംഗ്ഷനിങ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യന്റെ അണ്ടറിൽ അത് മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിൽ ഫംഗ്ഷൻ ചെയ്യുന്ന ഏജൻസി എന്താണ്? ഇന്ത്യൻ മീറ്ററിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ആൻസർ. ക്വസ്റ്റ്യൻ: the amount of sun's rays reaching the earth's surface is called dash. അതായത്
എർത്ത് സർഫസിൽ എത്തുന്ന സൺറൈസിന്റെ എമൗണ്ടിനെ എന്താണ് പറയുന്നത്? അപ്പൊ അതിനെ പറയുന്നതാണ് ഇൻസൊലേഷൻ എന്ന്. ക്വസ്റ്റ്യൻ, അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഇസ് മെഷേർഡ് യൂസിങ് ആൻ ഇൻസ്ട്രുമെന്റ് കോൾഡ് ഡാഷ്. അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ്? ആൻസർ തെർമോമീറ്റർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, atmospheric temperature gradually decreases with increase in dash. atmospheric temperature എന്തിന്റെ ഇൻക്രീസ് മൂലമാണ് ഡിക്രീസ് ആവുന്നത്? ആൻസർ ഓൾട്ടിറ്റ്യൂഡ്. അതായത് ഓൾട്ടിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഡിക്രീസ് ആവും. ക്വസ്റ്റ്യൻ, ഡാഷ് ഇസ് യൂഷ്വലി റെക്കോർഡഡ് ഇൻ യൂണിറ്റ്സ്, മില്ലിബാർസ് ഓർ ഹെക്ടോ പാസ്കൽ. ഹെക്ടോ പാസ്കൽ അല്ലെങ്കിൽ മില്ലിബാർ യൂണിറ്റിൽ റെക്കോർഡ് ചെയ്യുന്നത് ഏതാണ്? ആൻസർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ യൂണിറ്റ് പറയുന്നത് മില്ലിബാർ അല്ലെങ്കിൽ ഹെക്ടോ പാസ്കൽ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ആവറേജ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എക്സ്പീരിയൻസ്ഡ് ഓൺ ദ എർത്ത് സർഫസ് ഇസ് എസ്റ്റിമേറ്റഡ് ആസ് ഡാഷ്. അതായത് എർത്ത് സർഫസിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആവറേജ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എത്രയാണ്? അതിന്റെ ആൻസർ 1013.2 MB or HP ആണ്. ക്വസ്റ്റ്യൻ, the lowest atmospheric pressure might be experienced in the dash region and the highest in the dash region. അതായത് ലോവസ്റ്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഏത് റീജിയനിലാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഹയസ്റ്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഏത് റീജിയനിലാണ്? അപ്പൊ ആൻസർ ഇക്വറ്റോറിയലും പോളാറാണ്. അപ്പൊ ഇക്വറ്റോറിയൽ റീജിയനിലാണ് ലോവസ്റ്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പോളാർ റീജിയൻസിലാണ് ഹയസ്റ്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ്. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിന് എന്തും വേറെ പേര് എന്താണ്? ആൻസർ ഡോൾഡ്രം. അപ്പൊ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിന് നമ്മൾ ഡോൾഡ്രം എന്നും പറയാറുണ്ട്. ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദ മേജർ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ഡയറക്ഷൻ ഓഫ് വിൻഡ് ഈസ് ദ ഡാഷ്. അതായത് ഈ വിൻഡിന്റെ ഡയറക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മേജർ ആയിട്ടുള്ള ഒരു ഫാക്ടർ ഏതാണ്? ആൻസർ കോറിയോളിസിസ് ഫോഴ്സ് ആണ്. അപ്പൊ ഈ കോറിയോളിസിസ് ഫോഴ്സ് മൂലമാണ് വിൻഡിന്റെ ഡയറക്ഷൻ മാറുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഇസ് ദ ഇൻസ്ട്രുമെന്റ് യൂസ് ടു മെഷർ ദ സ്പീഡ് ഓഫ് വിൻഡ്. വിൻഡിന്റെ സ്പീഡ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്. ആൻസർ അനിമോമീറ്റർ ആണ് വിൻഡിന്റെ സ്പീഡ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്. ക്വസ്റ്റ്യൻ, ഡാഷ് ഇസ് ദ ഇൻസ്ട്രുമെന്റ് വിച്ച് ഇൻഡിക്കേറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് വിൻഡ്. വിൻഡിന്റെ ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്. ആൻസർ വിൻഡ് വെയിൻ. അപ്പൊ വിൻഡ് വെയിൻ ആണ് വിൻഡിന്റെ ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ പ്രോസസ് ബൈ വിച്ച് വാട്ടർ ടേൺസ് ടു വാട്ടർ വേപ്പർ. വാട്ടർ വേപ്പറായി ടേൺ ചെയ്യുന്ന പ്രോസസ്സ് ഏതാണ്? ആൻസർ ഇവോപ്പറേഷൻ. അപ്പൊ ഇവോപ്പറേഷൻ പറയുന്നത് വാട്ടറിനെ വാട്ടർ വേപ്പറായി ടേൺ ചെയ്യുന്ന പ്രോസസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഇസ് ദ ഇൻസ്ട്രുമെന്റ് യൂസ് ടു മെഷർ അറ്റ്മോസ്ഫിയറിക് ഹ്യൂമിഡിറ്റി. അറ്റ്മോസ്ഫിയറിക് ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ്? ആൻസർ ഹൈഗ്രോമീറ്റർ. അപ്പൊ ഹൈഗ്രോമീറ്റർ യൂസ് ചെയ്താണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, intense rainfall occurring at certain specific areas for a shorter duration is referred to as dash. അതായത് കുറച്ച് സമയത്തിന് വേണ്ടിയിട്ട് ചില ഏരിയാസിൽ പെയ്യുന്ന ഇന്റൻസ് ആയിട്ടുള്ള റെയിൻഫോളിനെ നമ്മൾ എന്താണ് പറയുന്നത്? ആൻസർ ടൊറൻഷ്യൽ റെയിൻ. അപ്പൊ ടൊറൻഷ്യൽ റെയിൻ ആണ് ഒരു ഷോർട്ടർ ഡ്യൂറേഷന് വേണ്ടിയിട്ട് ചില ഏരിയാസിൽ ഇന്റൻസ് ആയിട്ട് പെയ്യുന്നത്. ക്വസ്റ്റ്യൻ, ഡാഷ് ആർ ഇമേജിനറി ലൈൻസ് ഓൺ എ മാപ്പ് that connect points with the same temperature. സെയിം ടെമ്പറേച്ചറിലുള്ള പോയിന്റ്സിനെ കണക്ട് ചെയ്യുന്ന ഇമേജിനറി ലൈൻസ് ഏതാണ്? ആൻസർ ഐസോതെർംസ്. അപ്പൊ ഐസോതെർംസ് ആണ് സെയിം ടെമ്പറേച്ചറിലുള്ള പോയിന്റ്സിനെ കണക്ട് ചെയ്യുന്ന ഇമേജിനറി ലൈൻ. അത് നമ്മൾ മാപ്പിൽ കാണുന്ന ഇമേജിനറി ലൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറ്റ് ദ സാച്ചുറേഷൻ ലെവൽ ദ ഡാഷ് ഇസ് 100%. ഇപ്പൊ സാച്ചുറേഷൻ ലെവലില് ഏതാണ് 100% ആയി വരുന്നത്? ആൻസർ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. അപ്പൊ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആണ് സാച്ചുറേഷൻ ലെവലിൽ 100% ആയിട്ട് കാണുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിൻഡ്സ് ഓഫ് ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് വിച്ച് ദ ഇന്റൻസിറ്റി ഓർ ഡയറക്ഷൻ കനോട്ട് ബി പ്രഡിക്റ്റഡ് ആർ കോൾഡ് ഡാഷ്. അതായത് ഷോർട്ട് ഡ്യൂറേഷനുള്ള വിൻഡ്സ് അതിന്റെ ഇന്റൻസിറ്റിയും ഡയറക്ഷനും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ വിൻഡ് ഏതാണ്?
ആൻസർ വേരിയബിൾ വിൻഡ്സ്. അപ്പോൾ വേരിയബിൾ വിൻഡ്സ് ആണ് ഷോർട്ട് ഡ്യൂറേഷനിൽ വീശുന്ന കാറ്റും അതോടൊപ്പം അതിന്റെ ഇന്റൻസിറ്റിയും ഡയറക്ഷനും നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഇസ് ദ ഇൻസ്ട്രുമെന്റ് യൂസ് ടു മെഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്. ആൻസർ ബാരോമീറ്റർ. അപ്പോൾ ബാരോമീറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യുന്നത്. Question, the state at which the atmosphere is fully saturated with moisture or water vapor is known as dash. Atmosphere moisture അല്ലെങ്കിൽ വാട്ടർ വേപ്പർ കൊണ്ട് ഫുള്ളി സാച്ചുറേറ്റഡ് ആയി നിൽക്കുന്ന സ്റ്റേറ്റിനെ എന്താണ് പറയാ? ആൻസർ സാച്ചുറേഷൻ ലെവൽ. സാച്ചുറേഷൻ ലെവലിലാണ് അറ്റ്മോസ്ഫിയർ മോയ്സ്ചർ അല്ലെങ്കിൽ വാട്ടർ വേപ്പർ കൊണ്ട് ഫുള്ളി സാച്ചുറേറ്റഡ് ആയി നിൽക്കുന്ന സ്റ്റേറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, smooth curved imaginary lines drawn on maps to connect places having equal atmospheric pressure are called dash. അതായത് ഈക്വൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉള്ള പ്ലേസസിനെ കണക്ട് ചെയ്യുന്ന സ്മൂത്ത് കേർവ്ഡ് ഇമാജിനറി ലൈൻ, അത് മാപ്പിൽ കാണുന്ന സ്മൂത്ത് കേർവ്ഡ് ഇമാജിനറി ലൈൻസിന് എന്താണ് പറയാൻ? ആൻസർ ഐസോബാസ്. അപ്പൊ ഐസോബാസ് ആണ് ഈക്വൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ കണക്ട് ചെയ്യുന്ന മാപ്പിലുള്ള സ്മൂത്ത് കേർവ്ഡ് ഇമാജിനറി ലൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the instrument which indicates the direction of wind. Direction of windനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ്? ആൻസർ വിൻഡ് വെയിൻ. അപ്പൊ വിൻഡ് വെയിൻ ആണ് വിൻഡിന്റെ ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്. പാലക്കാട് നിവാസികളെ, ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.